നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിരീക്കാണ് കേട്ടോ. ഒരു കാലിക്കറ്റ് വിഭവമാണ്. അപ്പോൾ നമുക്കതിന് ആവശ്യം കല്ലുമ്മക്കായാണ്. അപ്പോൾ ഇത് നമുക്ക് തൊലി കളഞ്ഞ് ഇതിൻ്റെ ഇത് മാത്രം എടുക്കണം. ഇതിൻ്റെ നീരും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, ഇതിൽ വരുന്ന വെള്ളം. ഇനി നമുക്ക് പച്ചമുളകാണ് അതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം. വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പച്ചമുളകാണ് അതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം. വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. സവാള എടുത്തു. അപ്പോൾ അതിലേക്ക് നമുക്ക് സവാളയാണ് ആവശ്യമുള്ളത്. സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കടുക്ക വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കണം. ഇത് നല്ലോണം കഴുകി എടുക്കണം. അപ്പോൾ കാരണം ഇതിൽ മണ്ണുണ്ടാവും. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് 2 കഴുകൽ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് വേണം. അപ്പോൾ ചിലരൊന്നും ഇതിൻ്റെ വെള്ളം എടുക്കൂല, പക്ഷെ നമുക്കിതിൻ്റെ വെള്ളം എടുക്കണം. ഇതിൻ്റെ കടുക്കയുടെ ടേസ്റ്റ് ഫുള്ളും ഇതിൻ്റെ ഈ വെള്ളത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ വെള്ളം വേണം. അപ്പോൾ വെള്ളം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ചിലരൊന്നും വെള്ളം എടുക്കൂല, കാരണം അവർക്ക് ആ ടേസ്റ്റ് പറ്റാത്തതുകൊണ്ട്. പക്ഷെ ടേസ്റ്റി ആയിട്ടുള്ളത് ഈ കടുക്ക വേവിച്ച വെള്ളം എടുക്കുന്നതാണ്. യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ചിലരൊന്നും വെള്ളം എടുക്കൂല, കാരണം അവർക്ക് ആ ടേസ്റ്റ് പറ്റാത്തതുകൊണ്ട്. പക്ഷെ ടേസ്റ്റി ആയിട്ടുള്ളത് ഈ കടുക്ക വേവിച്ച വെള്ളം എടുക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കാം, കാരണം ഇതെല്ലാത്തിലും നമുക്ക് പെടണ്ട. അതുകൊണ്ടാണ് കേട്ടോ. ഇത് ചെറുതാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്, എന്നാലും ഇതൊന്നും കൂടി നമുക്കൊന്ന് പീസാക്കി കൊടുക്കാം. ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ. ഒരു സ്പൂൺ മുളകും പൊടി, പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ജീരകപ്പൊടി, പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വെള്ളം ചൂടാകാൻ വെക്കാം കേട്ടോ. ഞാൻ ഈ ഗ്ലാസിൻ്റെ അളവിനാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ ഈ ഗ്ലാസിൻ്റെ അളവിനാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട അരിപ്പൊടി അളന്ന് വെക്കാം. ഇതേ ഗ്ലാസ്സിന് തന്നെ 3 ഗ്ലാസ് അരിപ്പൊടി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അതേപോലെ അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഉപ്പാണ് കേട്ടോ. ഉപ്പ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കറിവേപ്പില വേണം. അപ്പോൾ ഞാൻ കറിവേപ്പില വെച്ചിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ഇതാ, കടുക്കൻ്റെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാലകൾ മുഴുവൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ ഫുള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വേവണം. പാകത്തിനുള്ള ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, നിരുമ്പ് മുളകും പൊടി, അപ്പം ഇത് നമുക്ക് നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ. ഇത് നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇതിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. കല്ലുമ്മക്കായ വെന്തതാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റൊക്കെ ഈ വെള്ളത്തിലേക്ക് ഒന്നും കൂടി പിടിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം വേവാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക്
നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പാത്രത്തിലേക്ക് ചെരിഞ്ഞു കൊടുക്കാം. ചൂടാറാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് കുഴക്കണമെങ്കിൽ നന്നായിട്ട് ചൂടാറി കിട്ടണം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് ചെരിഞ്ഞു കൊടുക്കാം. ചൂടാറാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് കുഴക്കണമെങ്കിൽ നന്നായിട്ട് ചൂടാറി കിട്ടണം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെക്കാം കേട്ടോ. ചൂടാറിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഓയിൽ കൂട്ടിയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. പിന്നെ വെള്ളം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പം ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഓയിൽ ചൂടാക്കാം നമുക്ക് പൊരിക്കാനുള്ളത്. അപ്പോൾ ഇത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കത് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതാ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാനിതാ ചെറിയൊരു ഷേപ്പിലാണ് എടുത്തത്. ഓവൽ ഷേപ്പ് പോലെ കുറച്ച് നീളത്തിലാക്കി എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്കില്ലേ നല്ലോണം മൊരിഞ്ഞ് നല്ല റെഡ് കളറായിട്ട് വരും കേട്ടോ. നല്ല റെഡിഷ് കളറായിട്ട് വരും. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഇത് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. പൊട്ടിപ്പോകുന്നൊന്നുമില്ല. നല്ല ഫിനിഷായിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് മൊരിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അത് ഇതാ എരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതാ ഈ കളറിലെടുക്കാം. അതിനേക്കാളും ഡാർക്കായാലും പ്രശ്നമില്ല. പക്ഷെ നമുക്കിതാ ഈ കളറിൽ നമുക്ക് എടുത്തിട്ട് അപ്പോൾ നമ്മുടെ കിരിക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.